ഹലോ. അപ്പോൾ ഇത് എൻ്റെ സ്കിൻ കെയർ റുട്ടീനാട്ടോ, വീക്ക്ലി സ്കിൻ കെയർ ആണ്. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഇവിടെ എടുക്കുന്നത് അരിപ്പൊടിയാണ്. വീട്ടിൽ നിന്ന് അമ്മ തെറി വിളിക്കാതിരിക്കാൻ നോക്കുക കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ റൈസ് വാട്ടറിൻ്റെ കൂടെ റൈസ് വാട്ടറല്ല, റൈസ് പൗഡറിൻ്റെ കൂടെ ഞാനിവിടെ റോസ് വാട്ടർ ആട്ടോ എടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഒരു വൈറ്റ് ഹെഡ്സ് ഉള്ള ആളാണെങ്കിൽ ദ ബെസ്റ്റ് ഒരു സ്കിൻ കെയർ റെമഡിയാണ് ഈ റൈസ് പൗഡർ. നല്ലതുപോലെ സോഫ്റ്റൻ ആവുകയും അതേപോലെ തന്നെ സ്കിൻ കുറച്ചൊക്കെ ബ്രൈറ്റ് ആവുകയും ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു സ്ക്രബാട്ടോ ഈ അരിപ്പൊടി എന്ന് പറയുന്നത്. നമ്മൾ റെസ്റ്റ് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്ന് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് വാഷ് ഓഫ് ചെയ്ത് കളയാം. അതിനുശേഷം ഞാൻ ഇവിടെ പ്യുവർ അലോവേര ജെല്ലാട്ടോ എടുക്കുന്നത്. അത് നല്ലോണം ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അലോവേര ജെല്ല് നമ്മൾ ഓൾ ഓവർ ദ ബോഡി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് ഞാനൊരു 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ വാഷ് ഓഫ് ചെയ്ത് കളയുന്നുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ഫേഷ്യൽ ഹെയർസ് എടുത്തിട്ട് ഒരു 1 വീക്ക് അല്ല, ഇത് കൂടുതലായെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ എടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫേഷ്യൽ ഹെയർസ് എടുക്കുന്നതിന് മുന്നേയും ശേഷവും നമ്മുടെ ഫേസ് മോയ്സ്ചറായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിവിടെ ഇവിടെ എടുക്കുന്നത് അലോവേര ജെല്ലും, ഹിമാലയയുടെ അലോവേര ജെല്ലാട്ടോ, ബിഫോർ റേസിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. കണ്ടില്ലേ, നല്ല ഹെയർസ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്, ഫുള്ള് റിമൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ പാർലറിൽ പോകുന്നത് വളരെ കുറവാണ്. അപ്പം യൂഷ്വലി ഞാൻ എപ്പോഴും തന്നെ റേസർ വെച്ച് തന്നെയാണ് ഞാൻ എൻ്റെ ഐബ്രോസും ഞാൻ എടുക്കുന്നത് കേട്ടോ. എനിക്ക് അതിനോടാണ് താല്പര്യം, ത്രെഡ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അത് നല്ലോണം ഞാനത് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ റൈസ് ചെയ്തതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഡ്രൈ സ്കിന്നുകാർക്ക് ബെസ്റ്റ് പ്രോഡക്റ്റാണ് ഈ മോയ്സ്ചറൈസർ സെറ്റാഫിലിൻ്റെ. അതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ നാളെ ഒരു വെഡ്ഡിങ് ഉണ്ട്, ഇല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഗ്ലോയിങ് കിട്ടും നിങ്ങൾക്ക്. അതേപോലെ തന്നെ സ്കിൻ സോഫ്റ്റ് ആവും കേട്ടോ. ഞാൻ എപ്പോഴും ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ റൈസ് പൗഡർ തന്നെ കേട്ടോ. നല്ലൊരു സ്ക്രബാണ്. ആഫ്റ്റർ നോക്കിക്കേ, നല്ല ഗ്ലോ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.